ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ടും മച്ചാമാരെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എത്ര കോയിൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ എന്തായാലും ഗൈസ് മാക്സിമം എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. കാരണം കിടലിന് എപ്പിക്കും പാക്കുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെലയൊക്കെ വന്ന പോലെ മച്ചാമാരെ ഈ ഒരു കൊനാമി ഇത് കൺഫേം ചെയ്യുന്നില്ല വരുന്ന പാക്കുകൾ ഏതൊക്കെയാണ്. കാരണം ഓൾറെഡി ഇനി ഒരു 3 പാക്ക് കൂടെ ആ ഒരു 30 ആനിവേഴ്സറിൻ്റെ സംഭവം ഇനി വരാനുണ്ട് ഗൈസ്. ഉറപ്പായിട്ടും ഇപ്പോൾ പുതിയതായിട്ട് വന്ന നമ്മുടെ അമോറമിൻ്റെ ഒരു ലിങ്ക് അപ്ലൈ ക്യാമ്പയിൻ അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ആ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത ക്യാമ്പയിൻ വരിക. അപ്പം എന്തായാലും മച്ചാമാർ ഈ ഒരു വ്യാഴാഴ്ച അതായത് ഇന്ന് ചൊവ്വാഴ്ച ഇനി 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു വ്യാഴാഴ്ച നമ്മൾ സാധാരണ പോലെ തന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ മച്ചാമാർ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു വ്യാഴാഴ്ച വരുന്ന പോർട്ട്വേ കാർഡും അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റും പിന്നെ സ്ലാറ്റിൻ്റെ കാർഡിനെ പറ്റിയുള്ള ഒരു ഇതും നെയ്മറിൻ്റെ ഒരു കാർഡിനെ പറ്റിയൊക്കെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഹൈപ്പറിനെ കൂടെ ഒന്ന് സെറ്റാക്കുക. നമ്മൾ എന്തായാലും LBക്കുള്ള ഗിവേയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ മച്ചാമാർ നമ്മൾ ഓൾറെഡി പറയാൻ പോണേ ഇത്രയും പോർട്ട്വേ ആണ് ഗൈസ് നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വ്യാഴാഴ്ച വരുന്നതിൽ ഏകദേശം കൺഫേം ആയിട്ടില്ല. എന്തായാലും മച്ചാമാർ ഇത് പഴയ പോലെ തന്നെ പച്ച കളറൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോലെ മഞ്ഞൊന്നും ആയിരിക്കില്ല, പച്ച കളറായിട്ടുള്ള പോർട്ട്വേ തന്നെ ആയിരിക്കും വരിക. അതിൽ ഹാളിൻ്റെ മെസ്സിയുടെ ഒക്കെ ഒരു പാക്കുകൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് സംഭവം വെച്ചാൽ ഇതൊരു കാർഡിൻ്റെ എഡിറ്റഡ് അല്ല, കാർഡിൻ്റെ ഒരു വേർഷൻ നമ്മൾ കിട്ടിയപ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചാൽ ഒരു യങ് മെസ്സിയുടെ എനിക്ക് തോന്നുന്നില്ല യങ് മെസ്സിയുടെ കാർഡൊക്കെ കൊനാമി നമുക്ക് തരുമോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കുക ഈ ഒരു കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും. കാരണം ഈ ഒരു ഇപ്പോൾ വന്ന അംബാസഡർ കാർഡിനെക്കാട്ടും ഏറ്റവും നല്ല കാർഡായിരിക്കും ഈ ഒരു പോർട്ട്വേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പോർട്ട്വേ കറക്കി എടുക്കണം ഫ്രീ ട്രൈ തന്നെ. പിന്നെ മച്ചാമാരെ ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലബ് സെലക്ഷൻ നിങ്ങൾക്കറിയാം ഓൾറെഡി എല്ലാവരും കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോഴും മച്ചാമാരെ നമ്മളിപ്പോൾ ഓൾറെഡി ലൈവിൽ ഇന്നലെ വന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാരണം കൂടെ പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ക്ലബ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. ലിവർപൂളിൻ്റെ കുറച്ച് പാക്കുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി വന്നതാണ് നമ്മുടെ മാൻഡ്രിഡിൻ്റെയും പിന്നെ കുറച്ച് ടീമിൻ്റെയൊക്കെ. അപ്പോൾ അതേപോലത്തെ ഒരു ക്ലബ് സെലക്ഷൻ എന്തായാലും ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മച്ചാമാരെ എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നു. പിന്നെ ഇന്നും നമ്മുടെ പാലക്കാട് ജില്ലയ്ക്കൊക്കെ അവധി പ്രഖ്യാപിച്ചായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി ഏതാ എക്സാം എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ ഓൾറെഡി ഗൈസ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഒരു 30 ആനിവേഴ്സറിൻ്റെ ക്യാമ്പയിന് അതിലാണ് ഒരു പ്രതീക്ഷ. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം 2008 റൊണാൾഡോൻ്റെ കാര്യം കൊനാമിക്ക് ഓൾറെഡി ആ ഒരു കാർഡിൽ ലൈസൻസ് ഇല്ലെങ്കിലും നിലവിൽ ഉള്ള റൊണാൾഡോൻ്റെ കാർഡായിരിക്കും ചിലപ്പോൾ അവർ റിപ്പീറ്റഡ് ആയിട്ട് പാക്കിൽ വരിക. പിന്നെ ആകെ ഒരു പ്രതീക്ഷ നമ്മുടെ PFAയുടെ കാര്യം തന്നെയാണ് ഗൈസ്. അത് ഓൾറെഡി എന്താ പറയുക ഇവർ കൺഫേം ചെയ്തിട്ടില്ല ഹൈലൈറ്റ് കാർഡാണോ. പിന്നെ പെല വന്ന കണക്ക് നമുക്കറിയാം പെലെ പിന്നെ നമ്മുടെ ഓൾറെഡി 6 എന്തായാലും വെച്ചാൽ അത് കൺഫേം ആയ ഒരു കാര്യമാണ് വരും. പക്ഷേ അത് ഏത് ടൈമിലാണെന്നറിയില്ല. ഇവർ ഈ ഒരു മിഡൊക്കെ ആകുമ്പോഴായിരിക്കും മിക്കവാറും ഇറക്കുക ആ ഒരു ന്യൂ ഇയർ ക്യാമ്പയിൻ്റെ സമയത്ത്. പിന്നെ അതുപോലെ ഗൈസ് നിങ്ങൾക്ക് അപ്ഡേറ്റിന് ശേഷം നല്ല രീതിക്കായിട്ട് തോന്നിയ പ്ലേയേഴ്സിൻ്റെ എന്താ ജസ്റ്റ് ഒന്ന് ഗൈസ് നിങ്ങൾ നമ്പർ ഇട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും. കാരണം നമുക്ക് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയില്ല. കാരണം എനിക്ക് ഒലിവർ കാൻ പിന്നെ മാനുവലിയർ ഓൾറെഡി ഉണ്ടായിരുന്നു. പവർ സുവാരസ് റൂമി എംബാപ്പെ ഈ കാർഡുകളൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷൻ നോക്കാം. പിന്നെ ഗൈസ് ഓൾറെഡി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ് നമ്മുടെ സ്ലാറ്റിൻ്റെ കാർഡ്, ഇബ്രാഹിമോവിച്ചിൻ്റെ കാർഡ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ ഗൈസ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഡാറ്റാബേസിൽ ഒരു സംഭവം ആഡായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് ഓൾറെഡി അവരിപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫിനോമിനൽ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു എന്താ കാർഡാണ് വരുന്നത് സ്ലാറ്റിൻ്റെ. ഓൾറെഡി നിങ്ങൾക്കറിയാം ഈ ഫുട്ബോൾ AC മിലാൻ്റെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ ക്യാമ്പയിനിൽ കൂടെയാണ് ഈ ഒരു കാർഡ് കൊണ്ടുവരിക എന്ന് കേട്ടത്. അപ്പം ഓൾറെഡി ഗൈസ് ഇതിപ്പം ചൈനീസ് യൂസേഴ്സിനായിരിക്കും ആദ്യം വന്നിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഗ്ലോബൽ യൂസേഴ്സിന് വരും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സംഭവം എന്തായാലും കാർഡ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ചൈനീസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾറെഡി എത്തും. അപ്പോൾ എപ്പോഴാണ് കൊണ്ടുവരാന്ന് അറിയില്ല. ഓൾറെഡി ഇപ്പം മാനേജർ സിസ്റ്റം ഒക്കെ മാറിയതുകൊണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഓൾറെഡി ഗൈസ് നമുക്ക് പറയുകയാണെങ്കിൽ ഗൈസ് നിങ്ങളുടെ ഇപ്പോൾ എത്ര കോയിൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ കുറേ കോയിൻ കിടക്കുന്നുണ്ട്. കുറേ ഒന്നുമില്ല ഒരു 50-100ഒക്കെ. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും അതൊക്കെ ഒന്ന് റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് എല്ലാ പ്ലേയേഴ്സിൻ്റെ റേറ്റിംഗ് കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 ലോഗിൻ ബോണസ് കിട്ടും. പിന്നെ ഡെയിലി ജസ്റ്റ് എങ്കിലും ഒന്ന് ലോഗിൻ ചെയ്തത്. കാരണം ഓൾറെഡി ലോഗിൻ ബോണസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ആരും വെയിറ്റ് ചെയ്യേണ്ട. കാരണം പുതിയ ക്യാമ്പയിൻ വരുമ്പോൾ ഇതൊക്കെ പോകും. അപ്പം കോയിൻ എന്തായാലും മാക്സിമം എല്ലാവരും സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം 2000-ൻ്റെ അടുത്ത് കോയിൻ സേവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ കാരണം നല്ലൊരു പാക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും വൈപ്പോട്ടെങ്കിലും ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. പിന്നെ നമ്മൾ ഇന്നലെ ലൈവ് വരാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി വെച്ചാൽ നമുക്ക് ഈ ഒരു 2 ചാനലും കൂടി ഉണ്ട്. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യുന്ന റിയൽ സെഞ്ചുറി ഗെയിമിംഗ് എന്നുള്ള ചാനലും പിന്നെ ഒരു വ്ളോഗ് ചാനലും ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ വെച്ചാൽ നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കൂടെ സപ്പോർട്ട് ചെയ്യും. അപ്പം പ്രിസൺ എസ്കേപ്പിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നത് ഗൈസ് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് കൂടെ ആ ഒരു വ്ളോഗ് ചാനൽ അപ്ലോഡ് ചെയ്യുക. കാരണം എന്നാലേ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അതിലൊരു ഗെയിമിംഗ് വീഡിയോ തന്നെ ഇട്ടാൻ പറ്റുള്ളൂ. കാരണം വ്ളോഗ് ആകുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോഴല്ലേ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ മച്ചാൽ നമ്മൾ ലിമിറ്റഡ് ആയതുകൊണ്ട് ആ ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും സെറ്റാക്കാം. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ലൈവ് ഇടയ്ക്കിടയ്ക്ക് ആക്കിയത്. നമ്മൾ എന്തായാലും ഓണം വെക്കേഷൻ നമ്മൾ പൊളിക്കും. കണ്ടിന്യൂ ആയിട്ട് കുറച്ചുകൂടെ മണിക്കൂർ നമ്മൾ ലൈവ് സെറ്റാക്കി രാത്രി തന്നെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വെക്കേഷൻ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ 8 മണി തൊട്ട് രാത്രി നമുക്ക് സെറ്റാക്കാം. പിന്നെ മച്ചാൽ ഈ
ഒരു കർവൊക്കെ നിങ്ങൾക്ക് റെഡിയാൻ ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറ്റേ ഫ്രീ കിക്ക് അടിക്കുന്ന കോർണറൊക്കെ സെറ്റായെന്ന് വിചാരിക്കുന്നു. അപ്പം നാഷണൽ ലെജൻസിന്റെ കാർഡ് തന്നെയാണ് പിന്നെ അവർ കൺഫേം ചെയ്തിരിക്കുന്നത്. ഇനി എല്ലാം പ്രതീക്ഷ നമ്മുടെ സ്ലാറ്റിന്റെയും പിന്നെ ആ ഒരു പെസ്സിന്റെ ക്യാമ്പയിനുമാണ്. അപ്പോൾ എന്തായാലും ഗൈസ് പെസ് അല്ല, നമ്മുടെ ആ ഒരു PFന്റെ ക്യാമ്പയിനിലാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മച്ചാൻ വരെ അടുത്തൊരു വീഡിയോയിലായിട്ടും ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.